അയ്യോ, ഇപ്പൊ പോയേനെ. മോളെ, വാട്ട് ഈസ് ദിസ്? ഞാൻ ഈ പട്ടത്തിന്റെ ഭംഗി നോക്കിയിരിക്കായിരുന്നു അമ്മേ. ആ, നീ ഇങ്ങനെ പട്ടത്തിന്റെ ഭംഗിയൊക്കെ നോക്കി ഇവിടെ അങ്ങിരുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ അമ്മേ? അതിന് ഞാൻ പറയണോ? മോളെ, ഒരു ഗേള് വൈഫായി കഴിഞ്ഞാ പിന്നെ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റഡി ചെയ്യേണ്ട കാര്യങ്ങളാ ഇതൊക്കെ. ആണോ? യെസ് മൈ ഡിയർ. നൗ യു ആർ വൈഫ്. ദേ, പണ്ടത്തെ പെൺകുട്ടിയല്ല നീ ഇപ്പോ. ഓ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാൻ ഇപ്പോഴും ആ പഴയ എടുത്തുചാട്ടക്കാരി തന്നെയാ. അത് ചേഞ്ച് ചെയ്യണം ബേട്ടി. കേട്ടിട്ടില്ലേ, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ഹസ്ബൻഡ് എന്ന്. അമ്മ വൈകിട്ട് കോമഡി പറയാൻ ഇറങ്ങിയതാ. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കോട്ട് കഴിഞ്ഞു. ഇനി നിർത്തിക്കോ. നീ എന്നെ കളിയാക്കോ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ? ഇനി ഞാൻ നിന്നോട് മിണ്ടത്തില്ല. അയ്യോ, പിണങ്ങിയോ? അയച്ചോടാ. എന്റെ അമ്മക്കിളി അപ്പോഴേക്കും പിണങ്ങിയോ? പത്മാവതി അമ്മേ, പത്മാവതി അമ്മേ. ഇതെന്തൊരു പിണക്കോ ആ കൊച്ചുകുട്ടികളെ പോലെ. വേണ്ട, നീ എന്നോട് മിണ്ടണ്ട. ആഹാ, ആര് പറഞ്ഞു? ഞാൻ മിണ്ടും. അതെ, അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഒരു പെണ്ണിനും അമ്മയുടെ മകനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അടുത്ത് ചെല്ലുന്തോറും അകലം കൂടുന്ന ഒരു കടലാണ് അമ്മയുടെ മോൻ. കടല് കാണാൻ നല്ല രസമാണ് ദൂരെ നിൽക്കുമ്പോ. പക്ഷേ അതിലേക്ക് ഇറങ്ങിച്ചെന്നാലോ, തിരമാലയായിട്ട് വന്ന് അത് നമ്മളെ അടിച്ച് കരയിലേക്ക് എറിഞ്ഞു കളയും. അല്ലെങ്കിൽ ആഴങ്ങളിൽ കൊണ്ടുപോയി മുക്കിക്കൊല്ലും. ഒരിക്കലും നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ അമ്മ. അമ്മയുടെ മകനും അതുപോലെയാ. ഞാനെന്നല്ല, ഏത് പെണ്ണ് വിചാരിച്ചാലും ആ മനസ്സിൽ കയറി പറ്റാൻ കഴിയില്ല. സുപ്രിയ എന്ന കടലാണ് മനസ്സ് മുഴുവനും. പിന്നെ എന്നോടുള്ള ദേഷ്യവും. ബേട്ടി, ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച ഏറ്റവും സുന്ദരമായ വസ്തു ഏതാണെന്ന് അറിയോ നിനക്ക്? എന്താ? പെണ്ണ്. ആഹാ, അമ്മയുടെ കണ്ടുപിടുത്തം കൊള്ളാലോ. എന്നിട്ടാണോ സ്ത്രീകൾക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം ഇല്ലാത്ത? നീ എന്താ ഫെമിനിസ്റ്റ് ആണോ? ഏയ് അല്ല, ഹ്യൂമനിസ്റ്റ്, മനുഷ്യ സ്നേഹി. ആ, എന്നാ പിന്നെ ആ സ്നേഹം കുറച്ച് നിന്റെ ഹസ്ബൻഡിനും കൊടുക്ക്. അവൻ ചേഞ്ച് ആയിക്കോളും. സ്നേഹിക്കാനോ? ആ സിംഹത്തിനെയോ? എന്നെ കടിച്ചു കയറി കൊന്നോളേ. അതെ, ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, സത്യത്തിൽ നിനക്ക് അവനോട് ലവ് ഉണ്ടോ? അയ്യേ, ഒന്ന് പോയേ അമ്മ. പറ മോളെ, നിനക്ക് അവനോട് ലവ് ഉണ്ടോന്ന്? അങ്ങനെ ചോദിച്ചാ ചിലപ്പോഴൊക്കെ എനിക്ക് ആ രാവണനോട് സ്നേഹം തോന്നാറുണ്ട്. പക്ഷേ അടുത്ത് ചെല്ലാനോ സ്നേഹിക്കാനോ പറ്റില്ല. അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? യു കം, ഐ ടെൽ. വാ. അയ്യേ, അവൻ എന്തൊക്കെയാ പറയുന്നത്? ബേട്ടി, യു നോ വൺ മാറ്റർ.
പുരുഷന് ജയിക്കാൻ കഴിയാത്ത ഒറ്റ സാധനേ ഉള്ളൂ ഈ ലോകത്ത്. അതെ, പെണ്ണ. അതിന്റെ ശക്തി നീ അവനൊന്ന് അറിയിച്ചു കൊടുക്കണം. അവൻ പിന്നെ നിന്റെ സാരത്തുമ്പിലെ തൂങ്ങി അങ്ങോട്ട് നടന്നോളൂ. ബേട്ടി, മഹാമുനിമാർ വരെ പെണ്ണിന്റെ മുന്നിൽ വീണു പോയിട്ടുണ്ട്. പിന്നെയാ ഹിറ്റ്ലർ. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓ, എനിക്കൊന്നും വയ്യ. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നാലേ ശങ്കരൻ പിന്നെ തെങ്ങി തന്നെ ആയിരിക്കും. അമ്മ. മോളെ, ഇവിടുന്ന് തിരിച്ചു പോകും മുൻപ് നീ ഒരമ്മയാകാൻ നോക്ക്. ആ, അല്ല പിന്നെ എന്നെ കൊണ്ട് പറയിപ്പിച്ച അലങ്ങളെന്ന് വെച്ചാ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? മനസ്സിലാകുകയില്ല. എന്റെ മോളെ, ഇവിടെ വന്നേ പിന്നെ അവന്റെ സ്വഭാവം ആകെ ഒന്ന് മയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനെ അവനിപ്പോ ആകെ സന്തോഷമാ. എന്തായിരിക്കും അതിന്റെ മീനിങ്? എനിക്കറിഞ്ഞൂടാ. അവന്റെ കുടുംബത്തെ നിങ്ങളെയൊക്കെ സ്വന്തമായി കരുതാൻ തുടങ്ങിയെന്ന്. അതെ, സുധാകരൻ നായരെ മറ്റുള്ളവർ അപമാനിച്ചപ്പോഴേ അത് ചോദിക്കാൻ വരെ അവരെന്തിനാ പോയത്? സ്നേഹം കൊണ്ടല്ലേ? അപ്പോ പുറമെ കാണിച്ചില്ലെങ്കിലും ആ സ്നേഹം അവന് നിന്നോടും ഉണ്ട്. എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്റെ അമ്മേ, ലോകം കടപുഴകി വീണാലും ഹിറ്റ്ലറിന് എന്നോടുള്ള ആറ്റിറ്റ്യൂഡിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നോ ബേട്ടി, തിങ്ക് പോസിറ്റീവ്. എനിക്ക് എന്റെ പഴയ ദേവനെ തിരിച്ചു കിട്ടിയ പോലെയാ ഇപ്പൊ തോന്നുന്നത്. അവന്റെ സ്വഭാവം ഒക്കെ മാറും. നിന്നോട് അവൻ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യും. എനിക്ക് ഉറപ്പാ. അമ്മയുടെ വിശ്വാസം അമ്മയെ രക്ഷിക്കട്ടെ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാന്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടുന്ന് തിരിച്ചു പോകും മുമ്പ് നീ അവനെ വളച്ചിരിക്കണം. മനസ്സിലായോ? വളയ്ക്കാനോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? അയ്യടാ, ഒരു ഇല്ല കുട്ടി. മോളെ, നീ അവനോട് സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഒരു നല്ല ഭാര്യയും ഭർത്താവുമായിട്ട് വേണം നീ ഇവിടുന്ന് തിരിച്ച് അമരാവതിയിലേക്ക് പോവാൻ. നീയേ മയത്തിലെ നീക്കൊന്ന് സംസാരിച്ചു നോക്ക്. ഞാൻ എന്ത് സംസാരിക്കാനാ? എടി, അവൻ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തില്ലേ? അതിനൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് പതുക്കെ അവന്റെ മനസ്സിലോട്ടൊന്ന് കേറാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ? ഇനിയിപ്പൊ ഞാനിങ്ങനെ അതൊക്കെ വേണോ? മോനെ, ഇത്രയും കാലം ഒരു മകനില്ലാന്ന് ഞാൻ സങ്കടപ്പെട്ടിരുന്നു. ഇപ്പൊ എനിക്കൊരു മകനെ കിട്ടി. താങ്ക്സ്. എന്തിന്? എന്റെ അച്ഛന്റെ അഭിമാനം സംരക്ഷിച്ചതിന്, ദൈവത്തെ പോലെ ഈ കുടുംബം രക്ഷിച്ചതിന്, ഒരു വലിയ ബാധ്യതയിൽ നിന്നും ചതിയിൽ നിന്നും നിങ്ങൾ എന്റെ കുടുംബത്തെ കരകയറ്റി. നിങ്ങളുടെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യനുണ്ട്. എന്ന് ആര് പറഞ്ഞു? സത്യം ആരും പറയേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോഴെങ്കിലും നമുക്കത് സ്വയം മനസ്സിലാവും. പുറമേക്ക് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയതല്ല പലതൊന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട്. എന്റെ അച്ഛനോട് നിങ്ങൾക്കുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കണ്ട് സത്യത്തിൽ എന്റെ കണ്ണ് നിറഞ്ഞുപോയി.
ഹലോ ബേക്കറിക്കാരി, വലിയ ഇമോഷണൽ സീനൊന്നും വേണ്ട. നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും എന്റെ പെരുമാറ്റം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നേനെ. ആരെങ്കിലും ഒരാൾ എന്റെ മുന്നിൽ വെച്ചൊരു പ്രശ്നത്തിലകപ്പെട്ടാൽ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. പിന്നെ സ്നേഹവും ബഹുമാനവും അത് നിന്റെ അച്ഛനായതുകൊണ്ട് മാത്രമല്ല, മുതിർന്നവരോടും പ്രായമായവരോടും ഞാൻ എപ്പോഴും സ്നേഹവും ബഹുമാനവും കാണിക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ട് നീ അധികം സന്തോഷിക്കണ്ട. ഞാൻ ഈ കുടുംബത്തിന് ചെയ്ത സഹായത്തിനും നിന്റെ അച്ഛനോട് കാണിച്ച റെസ്പെക്റ്റിനും നമ്മുടെ ലൈഫുമായി യാതൊരു ബന്ധവുമില്ല. മനസ്സിലായില്ല. ഇതൊക്കെ കണ്ട് നിന്നോട് ഞാൻ ക്ഷമിച്ചെന്ന് അർത്ഥമില്ല എന്ന്. നിന്റെ കുടുംബത്തിന്റെ ആതിഥ്യ മര്യാദകളിൽ മയങ്ങി നിന്നെ ഞാൻ ഒരിക്കലും എന്റെ ഭാര്യയായി സ്വീകരിക്കില്ല എന്ന്. അങ്ങനെയൊന്നും നീ സ്വപ്നം കാണുകയും ചെയ്യരുത്. നമ്മുടെ നിബന്ധനകളിൽ ഇപ്പോഴും ഒരു മാറ്റവുമില്ല. ഞാൻ നിനക്ക് തന്ന ഡെഡ് ലൈൻ ഓർമ്മയുണ്ടല്ലോ, അതുവരെ മാത്രമേ ഉള്ളൂ നിനക്കെന്റെ ഭാര്യ പദവി. അത് കഴിഞ്ഞാൽ DKയുടെ ഭാര്യയുടെ വേഷം അഴിച്ചു വെച്ച് തിരികെ പോകാം, പഴയ ബേക്കറിക്കാരിയായിട്ട്. പിന്നെന്തിനാ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ഇത്രയും പണം മുടക്കിയത്? അതൊരു അഡ്വാൻസാ. അഡ്വാൻസോ? അതെ, നമ്മൾ തമ്മിൽ നിയമപരമായി പിരിയുന്ന ഒരു ദിവസം വരും. അന്ന് ഇത്രയും നാൾ എന്റെ ഭാര്യ പദവിയിൽ ജീവിച്ചതിന് ഒരു നഷ്ടപരിഹാരം തരാൻ കോടതി വിധിക്കും. ഇനി കോടതി അങ്ങനെ വിധിച്ചില്ലെങ്കിൽ നിനക്കൊരു നഷ്ടപരിഹാരം തരേണ്ടത് എന്റെ ബാധ്യതയാണ്. ഇപ്പൊ ഞാൻ മുടക്കിയ ഈ പണം അതിന്റെ അഡ്വാൻസായി കണ്ടാൽ മതി. എന്റെ പൊന്ന് ഹിറ്റ്ലറെ, സത്യത്തിൽ നിങ്ങൾ പറഞ്ഞ ശരിയാ. എനിക്ക് മുഴുവട്ട് മണ്ടത്തരങ്ങൾ മാത്രമേ പറയുകയും ചിന്തിക്കുകയും ചെയ്യൂ. അതുകൊണ്ടാ നിങ്ങൾ ഈ ചെയ്തതൊക്കെ എന്തോ മഹാകാര്യാണെന്ന് വിചാരിച്ച് ഞാൻ അങ്ങൊരു വശമായി പോയത്. അല്ല, നിങ്ങൾ ജീവിതത്തിലെ എല്ലാത്തിനും നഷ്ടപരിഹാരം കൊടുക്കുന്ന ആളാണോ? പക്ഷേ ഈ പണം കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പല നഷ്ടങ്ങളും ഈ ലോകത്തുണ്ടെന്ന് ഇടയ്ക്ക് ഹിറ്റ്ലർ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. അതെ, എന്തായാലും നിങ്ങൾ എനിക്ക് നഷ്ടപരിഹാരത്തിന്റെ അഡ്വാൻസ് തന്നു. അതിന്റെ കൂടെ ഞാൻ ഒന്നുകൂടി ആവശ്യപ്പെടുക. നഷ്ടപരിഹാരത്തിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്കത് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ അച്ഛൻ നിങ്ങളെ മനസ്സിലൊരു വലിയ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നേ. ഒരുപക്ഷെ ഈശ്വരനൊപ്പം അച്ഛന്റെ മനസ്സിൽ നിങ്ങളും ഉണ്ടാവും. നിങ്ങൾ ചെയ്ത നന്മകളുടെ പേരിൽ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്ത സഹായം നമ്മൾ പിരിയുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് തരുന്ന നഷ്ടപരിഹാരത്തിന്റെ അഡ്വാൻസ് ആയിരുന്നു എന്ന് എന്റെ അച്ഛൻ അറിയരുത്. അതറിഞ്ഞ എന്റെ അച്ഛൻ ചിലപ്പോ ഹൃദയം പൊട്ടി മരിക്കും. ദയവ് ചെയ്ത് വളരെ നിസ്സാരമായിട്ട് എന്നോട് ഈ കാര്യം പറഞ്ഞ പോലെ എന്റെ അച്ഛനോട് പറയരുത്. ആ നിമിഷത്തെ അതിജീവിക്കാനുള്ള ശേഷി ആ പാവത്തിനില്ല.
അറ്റ്ലീസ്റ്റ് ആ ദയെങ്കിലും നിങ്ങൾ എന്നോട് കാണിക്കണം. ഈ റോബോട്ട് ഭാര്യയ്ക്ക് അതിനുള്ള അവകാശമെങ്കിലും തരണം.